എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ്. ഒരു കറുത്ത അധ്യായത്തെക്കുറിച്ചാണ്. 2003 വയനാട്ടിലെ മുത്തങ്ങയിൽ നടന്ന ആദിവാസി ഭൂസമരത്തെയും അതിനുശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. സ്വന്തം ഭൂമിക്ക് വേണ്ടി ഒരു ജനത നടത്തിയ വലിയ പോരാട്ടമായിരുന്നു അത്. എന്നാൽ ആ ഒരു സമരം ഒരുപാട് വേദനകളും കണ്ണീരുമാണ് നമുക്ക് സമ്മാനിച്ചത്. എന്താണ് ശരിക്കും മുത്തങ്ങയിൽ അന്ന് സംഭവിച്ചത്? ആദിവാസി സഹോദരങ്ങൾക്ക് എന്തായിരുന്നു വേണ്ടത്? അവരെ എങ്ങനെയെല്ലാമാണ് ഭരണകൂടം നേരിട്ടത്? ഈ വിഷയങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദിവാസി സമൂഹത്തിന് ഭൂമി എന്നത് വെറുമൊരു വസ്തുവല്ല, അവരുടെ ജീവിതമാണ്. അവരുടെ സംസ്കാരവും സ്വത്വവും എല്ലാം ഭൂമിയായി ചേർന്നാണ് മുന്നോട്ട് പോകുന്നത്. ഭൂമിയില്ലാത്തപ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ ശൂന്യത അനുഭവിക്കേണ്ടി വരാറുണ്ട്. കേരളത്തിലെ പല ആദിവാസി കുടുംബങ്ങൾക്കും പാരമ്പര്യമായി അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. അവർ ദാരിദ്ര്യത്തിലേക്കും അടിച്ചമർത്തലുകളിലേക്കും തള്ളി നീക്കപ്പെട്ടു. ഈ അവസ്ഥയിൽ നിന്നാണ് സ്വന്തം നിലനിൽപ്പിനായിട്ട് ഒരു വലിയ പോരാട്ടം ആരംഭിച്ചത്. ആ പോരാട്ടത്തിന്റെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥയാണ് മുത്തങ്ങ ഭൂസമരം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദിവാസികൾ അനുഭവിച്ച ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഭൂമിയില്ലാത്ത അവസ്ഥ. പണ്ടുകാലത്ത് വയനാട്, പാലക്കാട് പോലെയുള്ള മലബാർ പ്രദേശങ്ങളിൽ ആദിവാസികൾക്ക് സ്വന്തമായിരുന്ന മലകളും കാടുകളും അവിടുത്തെ കൃഷിയിടങ്ങളും എല്ലാം തന്നെ പതിയെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ക്യാമ്പയിനായിട്ട് തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരുപാട് കുടിയേറ്റക്കാരും തോട്ടമുടമകളും മലബാറിലേക്ക് വന്നപ്പോൾ അവർ ആദിവാസി ഭൂമികൾ അനധികൃതമായിട്ട് കയ്യേറി അവിടെയെല്ലാം കൃഷി ആരംഭിക്കുകയാണ്. ഇതിലൂടെ നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ചു വന്ന ആദിവാസികൾക്ക് അവരുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതായി. വയനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെടുന്നത് പതിയെ കൂടി വരികയാണ്. ഇന്നും ഏകദേശം 30% ആദിവാസി കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയില്ല. അതുപോലെ പണിയ, അടിയ പോലുള്ള ആദിവാസി വിഭാഗങ്ങളെ, ആ ഒരു സഹോദരന്മാരെ മേലാളന്മാരെന്ന് പണ്ടത്തെ കാലത്ത് സ്വയമായിട്ട് വിളിച്ചിരുന്നവർ അടിമകളായി ഉപയോഗിക്കുന്ന ഒരു കറുത്ത ചരിത്രം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ സ്വന്തമായി ഭൂമി എന്നൊന്നേ ഇല്ലായിരുന്നു. ഇന്നും ധാരാളം കുടുംബങ്ങൾ ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാതെ ദുരിതത്തിൽ കഴിയുന്നുണ്ട്. ഈ പ്രശ്നം മനസ്സിലാക്കിയ 1975 കേരള സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണ്. കേരള പട്ടികവർഗ നിയമം. ഭൂമി കൈമാറ്റം തടയലും അന്യാധീനപ്പെട്ട ഭൂമി പുനഃസ്ഥാപിക്കലും. KSA ആക്ട് ഓഫ് 1975 എന്നുള്ളതായിരുന്നു ആ നിയമത്തിന്റെ പേര്. ആദിവാസികളിൽ നിന്ന് നഷ്ടപ്പെട്ട ഭൂമി അവർക്ക് തിരികെ നൽകുക എന്നുള്ളതായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഈ നിയമം നടപ്പിലാക്കുന്നതിൽ തുടർച്ചയായി വന്ന മുഖ്യമന്ത്രിമാരും അവരുടെ സർക്കാരുകളും ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല, ഈ നിയമത്തെ ഇല്ലാതാക്കാനും മാറ്റങ്ങൾ വരുത്താനും പിന്നീട് പൂർണ്ണമായി റദ്ദാക്കാനും പോലും രാഷ്ട്രീയക്കാർ ശ്രമങ്ങൾ നടത്തി. ഈ വിഷയം വർഷങ്ങളോളം കോടതികളിൽ കെട്ടിക്കിടന്നു. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ പോലും ഈ നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകാൻ വിസമ്മതിച്ചിരുന്നുവെന്നാണ്. ആദിവാസികൾക്ക് ഭൂമി നൽകേണ്ടി വരുമെന്ന ഒരു ഭയം അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഭൂവുടമകളെയും ഭൂമാഫിയകളെയും ഒരുപാട് അലട്ടിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ആദിവാസികളെ വോട്ട് കിട്ടാനുള്ള ഒരു ഉപാധി മാത്രമായി കണ്ടതല്ലാതെ അവരുടെ ഭൂമി പ്രശ്നത്തിന് ഒപ്പം നിൽക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഓരോ കാലത്തും വന്ന മുഖ്യമന്ത്രിമാരും അവരുടെ സർക്കാരുകളും വാഗ്ദാനങ്ങൾ നൽകി മറക്കുകയും ആദിവാസി ജീവിതം അതേ ദുരിതത്തിൽ തുടരുകയും ചെയ്തു. ഇത് ആദിവാസി സമൂഹത്തോട് രാഷ്ട്രീയ നേതൃത്വം കാണിച്ച വലിയ ക്രൂരതകളിലൊന്നായിരുന്നു. വർഷങ്ങളായുള്ള അവഗണനയും ദുരിതങ്ങളും സഹിക്കാൻ വയ്യാതെ 2001 കേരളത്തിലെ ആദിവാസികൾ ആദിവാസി ദളിത് സമിതി ADSS എന്ന പേരിൽ ഒരുമിച്ച് ചേർന്നു. അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു സമരം ആരംഭിക്കുകയാണ്. CK ജാനു, M ഗീതാനന്ദൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ AK ആന്റണിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി ഭൂപ്രശ്നം പരിഹരിക്കാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. 2001 ഒക്ടോബർ 16 ഈ കരാർ പ്രകാരം 2002 ജനുവരി 1 ഭൂമി വിതരണം തുടങ്ങണമെന്നും 2002 ഡിസംബർ 31 അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്കും ഭൂമി നൽകണമെന്നും മുഖ്യമന്ത്രി AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ സർക്കാർ ഈ ആദിവാസി സഹോദരങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്, ഉറപ്പ് നൽകുകയാണ്. കൂടാതെ കേരളത്തിലെ ആദിവാസി പ്രദേശങ്ങളെ ഭരണഘടനയിലെ 5ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയവും കേന്ദ്ര സർക്കാരിലേക്ക് അയക്കാമെന്നും ഈ ഗവൺമെന്റ് സമ്മതിക്കുകയാണ്. ഇതിലൂടെ 1996 PESA നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് തങ്ങളുടെ ഭൂമിയിൽ സ്വയം ഭരണം കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ AK ആന്റണി സർക്കാർ നൽകിയ ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. 2002 അവസാനമായപ്പോൾ 1 ഏക്കർ ഭൂമി പോലും വിതരണം ചെയ്തില്ല. 5ാം ഷെഡ്യൂളിനെ കുറിച്ചുള്ള ഒരു പ്രമേയവും പാസാക്കിയില്ല. അതൊക്കെ വെറും വാക്കുകളായി. ഈ വാഗ്ദാന ലംഘനം ആദിവാസി സമൂഹത്തോട് രാഷ്ട്രീയ നേതൃത്വം കാണിച്ച മറ്റൊരു വലിയ വഞ്ചനയായിരുന്നു. ഇതോടെ ആദിവാസി സമൂഹത്തിന് വലിയ നിരാശാകുകയാണ്. അങ്ങനെ വാഗ്ദാനങ്ങൾ പാഴായപ്പോൾ ആദിവാസി ഗോത്ര മഹാസഭ AGMS എന്ന് പറയുന്ന ഒരു സംഘടന അത് പുതിയതായിട്ട് രൂപം കൊള്ളുകയാണ്. അവർ ഈ വാഗ്ദാനങ്ങളെ വെല്ലുവിളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. 2002 ഓഗസ്റ്റ് 25 വയനാട് മാനന്തവാടിയിൽ ആയിരക്കണക്കിന് ആദിവാസികൾ ചേർന്ന് ഒരു ഗോത്ര ന്യായപീഠം അഥവാ ഒരു ട്രൈബൽ കോർട്ട് സ്ഥാപിക്കുകയാണ്. 20 സ്ത്രീകളും 40 പുരുഷന്മാരും അടങ്ങുന്ന 60 അംഗ സംഘമായിരുന്നു ഈ ഒരു ട്രൈബൽ കോർട്ടിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഗോത്ര കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം മുഴങ്ങുകയാണ്. സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടയാളപ്പെടുത്തിയ ഭൂമി ഞങ്ങൾ സ്വന്തമാക്കുമെന്നുള്ളതാണ്. അങ്ങനെ 2002 ഡിസംബർ 31 കഴിഞ്ഞപ്പോൾ സർക്കാർ പറഞ്ഞ കാലാവധി ആ ഒരു ദിവസത്തോടെ അവസാനിച്ചല്ലേ, അത് കഴിഞ്ഞപ്പോൾ AGMS തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കാനായിട്ട്
ഒരുങ്ങുകയാണ്. 2003 ജനുവരി 4 തീയതി പുലർച്ചെ ആയിരക്കണക്കിന് ആദിവാസി കുടുംബങ്ങൾ വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യമൃഗ സങ്കേതത്തിൽ ഒഴിഞ്ഞുകിടന്ന ഭൂമിയിലേക്ക് കയറി ചെല്ലുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലധികം കുടുംബങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതവരുടെ ഉറച്ച തീരുമാനത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. മുത്തങ്ങയിലെത്തിയതോടെ ഈ ആദിവാസി സഹോദരങ്ങൾ അവിടെ പുതിയൊരു സ്വയം പര്യാപ്ത ഗ്രാമം കെട്ടിപ്പടുത്തു. അവർ 28 ഗ്രാമസഭകൾ രൂപീകരിച്ചു, സ്വന്തമായി കൃഷി തുടങ്ങി, പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു. ഈ കൂട്ടായ്മയിൽ വിദ്യാലയങ്ങൾ, ചെറിയ സ്കൂളുകളും ആരോഗ്യ ക്യാമ്പുകളും വരെ തുടങ്ങി. ഗ്രാമത്തിലെ മദ്യപാനത്തിനെതിരെ സ്ത്രീകൾ ശക്തമായിട്ട് പ്രവർത്തിച്ചു. വർഷം 1996 PSA നിയമത്തിലെ സ്വയംഭരണ വ്യവസ്ഥകൾക്ക് മാതൃകയാക്കി അവർ സ്വന്തം ജീവിതത്തിൽ ഒരു പുതിയ ഭരണം പരീക്ഷിച്ചു. ഈ ഭൂമി ഞങ്ങൾക്ക് അമ്മയെ പോലെയാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇതിൽ ഞങ്ങൾ സന്തോഷമായി ജീവിക്കും എന്ന ഭാവം അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞിരുന്നു. ഒരു മാസത്തോളം ഈ സമാധാനപരമായിട്ടുള്ള താവളത്തിൽ പുറത്തുനിന്നുള്ളവരുമായിട്ട്, അതായത് ഔട്ട്സൈഡേഴ്സുമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആദിവാസികൾ തങ്ങളുടേതെന്ന് വിശ്വസിച്ച ഭൂമിയിൽ സമാധാനത്തോടെ താമസിച്ചു. എന്നാൽ അവരുടെ ഈ ആത്മവിശ്വാസത്തിന് ചുറ്റും രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ വലവിരിച്ചിരുന്നു. മുത്തങ്ങയിലെ ഈ സ്ഥലം വനം വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് ഇക്കോ ടൂറിസം പദ്ധതിക്ക് നീക്കിവെച്ച ഭൂമിയായിരുന്നു. 2001 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് GIM സമ്മേളനത്തിൽ തന്നെ ഈ പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദിവാസികൾക്ക് ഭൂമി നൽകാൻ തയ്യാറാകാത്ത ഒരു സംസ്ഥാനം സ്വന്തം വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയ ശേഷം ആ ഭൂമി വലിയ പദ്ധതികൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആദിവാസികൾ അവിടെ കയറി താമസിച്ചത്. ഇത് ടൂറിസം മേഖലയിലുള്ളവർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ തലവേദനയായി മാറുകയാണ്. GIM 2001 കഴിഞ്ഞ ഉടൻ തന്നെ ആദിവാസികളെ എത്രയും വേഗം മുത്തങ്ങയിൽ നിന്ന് ഒഴിപ്പിക്കണം എന്ന നിർദ്ദേശവുമായിട്ട് അന്നത്തെ AK ആന്റണി സർക്കാർ മുന്നോട്ട് വരികയാണ്. 2003 ഫെബ്രുവരി 17 ഒറ്റ രാത്രി കൊണ്ട് മുത്തങ്ങയിലെ ആദിവാസി ഗ്രാമങ്ങൾക്ക് തീപിടുത്തം ഉണ്ടാകുകയാണ്. പുൽമേടുകളും യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളും തീയിൽ നശിക്കുകയാണ്. ഇത് മണ്ണെണ്ണ ഉപയോഗിച്ച് മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്നാണ് ആദിവാസികൾ സംശയം ഉന്നയിച്ചത്. ഇത് അധികാരികളുടെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് ചില സംശയാസ്പദമായിട്ടുള്ള ആളുകളെ ആദിവാസികൾ അന്ന് തടഞ്ഞു വെച്ചുവെന്നും പറയപ്പെടുന്നു. ഈ സംഭവം പ്രദേശത്തെ ചില രാഷ്ട്രീയ പാർട്ടികളെയും വലതുപക്ഷ സംഘടനകളെയും പ്രകോപിപ്പിച്ചു. ആദിവാസികൾ വനം നശിപ്പിക്കുന്നു, അവരെ വേരോടെ മാറ്റണം എന്നുള്ള മുദ്രാവാക്യങ്ങളുമായി ഹർത്താലുകളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ആ പ്രദേശത്ത് നടക്കുകയാണ്. 2003 ഫെബ്രുവരി 19 ആ നിർഭാഗ്യകരമായിട്ടുള്ള ദിനം 1000-ഓളം സായുധ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മുത്തങ്ങ ക്യാമ്പിലേക്ക് വലിയ ശക്തിയോടെ കടന്നു ചെല്ലുകയാണ്. സ്വന്തം ഭൂമി സംരക്ഷിക്കാൻ വന്ന ആദിവാസി കുടുംബങ്ങളെ സൈനിക നടപടിയിലൂടെ അവർ ഈ ഒരു സേനകൾ ഒതുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പോലീസിന് നേരെ ചില ആദിവാസികൾ പരമ്പരാഗത ആയുധങ്ങളായിട്ടുള്ള വില്ലും അമ്പുമൊക്കെ ഉപയോഗിച്ച് ചേർത്ത് നിന്നു. പക്ഷേ അതൊന്നും അവരെ രക്ഷിച്ചില്ല. വെടിവെപ്പ് ആരംഭിച്ചപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഭീകരമായിട്ടുള്ള അക്രമരംഗങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആളുകൾ നിലത്ത് വീഴുന്നു, കുടിലുകൾക്ക് തീയിടുന്നു, സ്ത്രീകളും കുട്ടികൾക്കും പ്രായമായിട്ടുള്ളവർക്കും എല്ലാം ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കുന്നു. ആദിവാസികൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, പ്രധാനപ്പെട്ട രേഖകൾ എല്ലാം തീയിട്ട് നശിപ്പിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെ പോലും ഈ മർദ്ദനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. 100 കണക്കിന് സ്ത്രീകളും കുരുന്നുകളും എല്ലാം തന്നെ പോലീസിൽ നിന്ന് കടുത്ത ശാരീരിക പീഡനം അനുഭവിച്ചു. ഒടുവിൽ ചോരയും കണ്ണീരും നിറഞ്ഞ ആ ദിനത്തിൽ ജോഗി എന്ന ആദിവാസി യുവാവ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു വീഴുകയാണ്. മറുഭാഗത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. രക്ഷപ്പെട്ടവരിൽ പലർക്കും ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയാണ്. അതായത് ജീവശവം പോലെ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പലരും ജീവൻ രക്ഷിക്കാനായിട്ട് കാടുകളിലേക്ക് ഓടിപ്പോവുകയാണ്. കേരള ജനതയുടെ മനസാക്ഷി ഞെട്ടിച്ച ഈ അതിക്രമത്തിൽ ആദിവാസികളെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാൻ തീരുമാനിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഒരു കാലത്ത് ആദിവാസികൾക്ക് ഭൂമി വേണോ, ഇവർക്ക് കാട് മതിയല്ലോ എന്ന് പോലും അലസമായി കരുതിയിരുന്നവരുണ്ടല്ലോ, അവരുടെ പോലും മനസാക്ഷിയെ ഈ മുത്തങ്ങയിലെ സംഭവങ്ങൾ ഇളക്കിമറിക്കുകയാണ്. പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും മോശമായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു, അല്ലെങ്കിൽ വർത്താനമായിരുന്നു. അതായത് തുടർന്ന് വന്ന ദിവസങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തങ്ങളുടെ നടപടികളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. എങ്ങനെയാണ് ന്യായീകരിച്ചതെന്നറിയാവോ? അതായത് മുത്തങ്ങയിലെ ആദിവാസികൾ ആന്ധ്രയിലെ PWG എന്ന് പറയുന്ന ഒരു നക്സൽ സംഘടനയായിട്ട് ബന്ധമുള്ളവരാണ്. എങ്ങനെ ഇരിക്കുന്നു? അതായത് അവിടെ സമരം ചെയ്ത പാവപ്പെട്ട നമ്മുടെ മലയാളികളായിട്ടുള്ള ആദിവാസി സഹോദരങ്ങളെ നക്സലാക്കി. അവർക്ക് ശ്രീലങ്കൻ തീവ്രവാദ സംഘടനയായിട്ടുള്ള LTTയുമായിട്ട്, അതായത് ശ്രീലങ്കൻ തമിഴ് പുലികളുണ്ടല്ലോ, അവരുമായിട്ട് ബന്ധമുണ്ട്, തീവ്രവാദികളാക്കി. ഇതുപോലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഈ സർക്കാരും രാഷ്ട്രീയക്കാരും നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയ ക്രൂരത അവിടെ കാണിച്ചു, അതിനുശേഷം അതിനെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച ഒരു സർക്കാരിന്റെ വാക്കുകളാണിത്. മാധ്യമങ്ങളിൽ ഈ ആരോപണം വലിയ വാർത്തയെ പടരുകയാണ്. പക്ഷേ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിന് തന്നെ ഈ ആരോപണങ്ങളെ എല്ലാം നിഷേധിക്കേണ്ടി വന്നു. അതും കൂടാതെ മുഖ്യമന്ത്രി AK ആന്റണി പോലും സമരക്കാർ മന്ത്രിമാരെയും വിദേശികളെയും ഉൾപ്പെടെയുള്ളവരെ ബന്ദികളാക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. തന്റെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പരാജയപ്പെട്ടതുമായിട്ട് അതുമായി ചിലർ ഈ സമരത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ഒരു പക്ഷേ പൊളിറ്റിക്സിൽ കാണുന്ന കോമൺ ടാക്ടിക്സ് ആണ്. അതായത് ഇവിടെയാണെങ്കിൽ ആദിവാസികളും ഈ മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാം രാജ്യവിരുദ്ധരാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ ഭാഗത്തു നിന്ന് നടന്ന പിഴവുണ്ടല്ലോ, ആ ക്രൂരമായിട്ടുള്ള നരനായിട്ടുണ്ടല്ലോ, അതിന്
അതിൻ്റെ പാവക്കറ മായ്ച്ചു കളയാനുള്ള രാഷ്ട്രീയക്കാരുടെ ശ്രമങ്ങൾ മാത്രമായിരുന്നു ഇത്. ആദിവാസി സമൂഹം ശാരീരികമായിട്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചു. പക്ഷേ അവർ തീയിൽ കുരുത്തു വന്നവരായതുകൊണ്ട് ആ വേദനകളെ അവർക്ക് മറികടക്കാം. പക്ഷേ അവരെ തീവ്രവാദികളാക്കിയിട്ടും നക്സലുകളാക്കിയിട്ടും മുദ്രകുത്തുന്ന ഈ സർക്കാർ നയമുണ്ടല്ലോ, അതായിരുന്നു കേരള ചരിത്രം. കേരള ഭരണകൂടം അവരോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതകളിലൊന്ന്. പക്ഷേ ഭരണകൂടം എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും സത്യം അധികകാലം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. ആദിവാസികളെ ഭീകരവാദികളാക്കാൻ ശ്രമിച്ച സർക്കാർ മുത്തങ്ങയിലെ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾക്ക് മുന്നിൽ ഒടുവിൽ വിറക്കിയായിരുന്നു. ഈ ആക്രമണം പൊതുസമൂഹത്തിൽ വലിയ ഭയമുണ്ടാക്കുകയാണ്. മനുഷ്യാവകാശ സംഘടനകൾ മുതൽ സാധാരണ ജനങ്ങൾ വരെ മുത്തങ്ങയിലൂടെ നീതി ലംഘിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ദിവസങ്ങൾക്ക് ശേഷം തടവിലായിട്ടുള്ള 1000-ഓളം വരുന്ന ആദിവാസികളെ വിട്ടയച്ചു. എന്നിട്ടും മാധ്യമങ്ങളിലെ ചർച്ചകൾ മനുഷ്യാവകാശ ലംഘനം എന്നതിലേക്ക് മാത്രം ഒതുങ്ങിയപ്പോൾ ഈ സമരത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ആവശ്യങ്ങൾ അപ്പോഴും അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ആദിവാസികൾ ഏതൊരു ചൂഷണ വിരുദ്ധ തർക്കത്തെക്കാളും വലിയൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഭൂമി ഞങ്ങളുടെ തന്നെയല്ലേ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്കത് തിരികെ ലഭിക്കുന്നില്ല? കാടുകളിലൂടെ ഞങ്ങൾക്കൊരു ഇടവഴി പോലും ഇവർക്ക് തരാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു മുത്തങ്ങ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സാധുക്കളുടെ ചോദ്യം. ഇനി നമുക്ക് മുത്തങ്ങ സമരസാക്ഷികളുടെ ആ ഹൃദയസ്പർശിയായിട്ടുള്ള ഓർമ്മകൾ അവരുടെ വാക്കിലൂടെ തന്നെ നമുക്കറിയാം. ബാലൻ എന്ന് പറയുന്ന ഒരു സമരസാക്ഷി പറയുന്നത്, ആ കറുത്ത ദിനങ്ങളിൽ ആ ഒരു ദിവസം ഞങ്ങളെല്ലാം ആ പോലീസുകാർ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചു. സ്ത്രീകളും കുട്ടികളും പോലും വടികളും തോക്കുകളും കൊണ്ട് അടിച്ചു വീഴ്ത്തപ്പെട്ടു. എൻ്റെ അച്ഛൻ ആ കൂട്ടത്തിൽ തല്ലിക്കൊല്ലപ്പെട്ടവരിൽ ഒരാളായിരുന്നു. പോലീസ് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നടന്ന ക്രൂരമായിട്ടുള്ള പീഡനമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ അമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടിയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ ആ ദിവസം കഴിഞ്ഞില്ല. ഭാര്യയും 3 ചെറിയ കുട്ടികളെയും ഒരുമിച്ച് ജയിലിലടച്ചപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി. ഞാനും ഒരുപാട് കാലം കോടതികളിൽ നീതി തേടി അലയേണ്ടി വന്നു. കുട്ടികളെ കുറ്റവാളികളാക്കി കണ്ട് ജയിലിലടച്ച സർക്കാരിനോട് ഹൈക്കോടതി പിന്നീട് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു. പക്ഷേ അതേ സർക്കാർ സമ്മാനിച്ച മുറിവുകൾക്ക്, ശാരീരികവും മാനസികവുമായിട്ടുള്ള മുറിവുകൾക്ക് ആ പണമൊന്നും ഒരിറ്റ് പകരമാകത്തില്ലായിരുന്നു. ആ ഓർമ്മയുടെ ദുസ്വപ്നങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബം ഇന്നും പുറത്തു വരാനായിട്ടില്ല. ഇനി സമരത്തിൽ പങ്കെടുത്ത വസന്ത എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് ഇപ്രകാരമാണ്: ജോഗി എന്ന യുവാവിൻ്റെ മരണം ഞങ്ങൾക്കിടയിൽ വലിയൊരു പേടിയുണ്ടാക്കി. അദ്ദേഹത്തെ വെടിവെച്ചിട്ടപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ആ ഞെട്ടല്. ജോഗിക്ക് നിർഭാഗ്യവശാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല. മുത്തങ്ങയിൽ നടന്നത് കാട്ടിലെ ഒരു യുദ്ധമായിരുന്നില്ല, അത് നമ്മളുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ കഥ പറയുന്നവർക്കെതിരെയുള്ള യുദ്ധമായിരുന്നു. അതിനുശേഷവും പലരും ഈ സമ്മർദ്ദത്താൽ തളർന്നു പോവുകയാണ്. ചിലരെ തടവിൽ കിടത്തി. അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ ജീവനോടെയാണെങ്കിലും മരിച്ചവരെ പോലെയായിരുന്നു, അതായത് ജീവശവം പോലെയായിരുന്നു. അത്രത്തോളം കഠിനമായിട്ടുള്ള ശാരീരിക പീഡനങ്ങളും മാനസിക പീഡനങ്ങളുമാണ് അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. AGMSന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന CK ജാനു പറയുന്നത്, ഓരോരുത്തരുടെയും നിലവിളികളും ശാരീരിക വേദനകളും എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും പുതിയൊരു ജീവിതത്തിന് വഴി തുറക്കുന്നതായിരുന്നു. ഭരണകൂടത്തിന്റെ വഞ്ചന നമുക്കറിയാമായിരുന്നു. പക്ഷേ ആവേശവും പ്രതീക്ഷയും കൊണ്ട് ചലിച്ച ഒരു ജനതയുടെ കരുത്തുറ്റ മനസ്സായിരുന്നു ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നത്. അവകാശമായ ഭൂമി തേടിയിറങ്ങിയ ഞങ്ങൾക്കെതിരെ തോക്ക് തിരിച്ചു നിർത്തിയ സർക്കാർ ജനാധിപത്യത്തിന്റെ മുഖം മൂടി അഴിച്ചെറിഞ്ഞു. എങ്കിലും ഞങ്ങളുടെ പോരാട്ടത്തിന്റെ അന്ത്യം ഇപ്പോഴും ആയിട്ടില്ല. മണ്ണിന്റെ ഈണത്തിൽ ഞങ്ങൾ ഇന്നും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും മുത്തങ്ങയിൽ നടന്ന പോലീസ് അതിക്രമം കേരളത്തിന് വലിയൊരു പാഠമായിരുന്നു. പോലീസിന്റെ ക്രൂരമായിട്ടുള്ള പെരുമാറ്റത്തിനെതിരായ പൊതുജന രോക്ഷം കാരണം പിന്നീട് കുറച്ചു കാലം സർക്കാർ സംവിധാനങ്ങൾ ഏകദേശം നിശ്ചലമാകുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ കയ്യേറ്റങ്ങൾ നടന്നു. വീണ്ടും ആദിവാസികളും അവരോടൊപ്പമുള്ള മറ്റ് ഭൂരഹിതരായിട്ടുള്ള ജനവിഭാഗങ്ങളും വിവിധ പ്രതിഷേധങ്ങളിൽ ഒരുമിച്ച് ചേർന്നു. എന്നാൽ രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു സ്ഥിരതയും പിന്നീട് കണ്ടില്ല. ഒടുവിൽ അതിക്രമങ്ങൾക്ക് ഏതാണ്ട് 1 ദശാബ്ദം കഴിഞ്ഞപ്പോൾ, 10 വർഷം കഴിഞ്ഞപ്പോൾ 2012 ആദിവാസി ഗോത്ര മഹാസഭ വീണ്ടും സമരം ആരംഭിക്കുകയാണ്. 2003 തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയും നീതിയും കിട്ടാത്തത് ഓർമ്മിപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വീണ്ടും സമരം തുടങ്ങുകയാണ്. മാസങ്ങളോളം നീണ്ടു നിന്ന ഈ സമരം കേരളം മുഴുവൻ ശ്രദ്ധ നേടുകയാണ്. കാരണം അന്ന് ഡിജിറ്റൽ മീഡിയയൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ സമരമായിട്ട് കേരളത്തിൽ മാറുകയാണ്. ഓരോ ദിവസവും പതിയെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വന്നു ചേരുകയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് സംഘടനകളിൽ നിന്നും മറ്റ് വ്യക്തികളും ഒക്കെ തന്നെ ഇതിലേക്ക് ഒഴുകുന്നൊരു കാഴ്ചയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രതിഷേധം ഒരു വലിയ സന്ദേശമായിരുന്നു, ഒരു വലിയ ശബ്ദമായിരുന്നു. മുത്തങ്ങയിൽ സമരം ചെയ്തവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി അനുവദിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആദിവാസി കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 1 ഏക്കർ ഭൂമി വീതം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത 283 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാനായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഈ തീരുമാനം. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ ഈ വാഗ്ദാനം പൂർണ്ണമായി നടപ്പിലായി എന്ന് പറയാൻ കഴിയില്ല. കാരണം വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഭൂമി അളന്ന് നൽകിയെന്ന് സർക്കാർ പ്രഖ്യാപിച്ചുവെങ്കിലും 800-ലധികം കുടുംബങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും എവിടെയാണെന്ന് കാട്ടിക്കൊടുത്തിട്ട് പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 200 കുടുംബങ്ങൾക്ക് മാത്രമേ പേരിന്
ഭൂമി രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് ലഭിച്ച രേഖകളിൽ പ്ലോട്ട് നമ്പർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഭൗതികമായി ആ ഭൂമി അവർക്ക് നേരിട്ട് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. മറുവശത്ത് ബാക്കി നിരവധി കുടുംബങ്ങൾക്കും സർക്കാരിന്റെ വാഗ്ദാനം ഇനിയും നടപ്പിലായിട്ടില്ല. ഭൂമി വിട്ടുകിട്ടിയെന്ന് കണക്കുകളിൽ പറയുമ്പോഴും യഥാർത്ഥത്തിൽ പുനരധിവാസം നടന്നിട്ടില്ല എന്നതാണ് സത്യം. മുത്തങ്ങയിലും ചുറ്റുപാടുകളിലുമായിട്ട് 16ഓളം ആദിവാസികൾക്ക് പേരിന് ഭൂമി നൽകിയെങ്കിലും അവർക്കും ഇപ്പോഴും ആ ഒരു സ്ഥലങ്ങളിലൊന്നും താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് കാലാകാലങ്ങളിലെ രാഷ്ട്രീയക്കാർ ആദിവാസി സമൂഹത്തോട് ചെയ്ത ക്രൂരമായിട്ടുള്ള വഞ്ചനയുടെ ഉദാഹരണമാണ്. ഇതോടെ 2003 ആ സമരത്തിന് ശേഷം 20 വർഷം കഴിഞ്ഞിട്ടും ഭൂരിഭാഗം ആദിവാസി ജനവിഭാഗങ്ങളും ഇന്നും ഭൂമിയില്ലായ്മയുടെ അതേ ദുരിതത്തിലാണ് തുടരുന്നത്. നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണെന്ന പഴഞ്ചൊല്ല് ഇവിടെ ശരിവയ്ക്കുകയാണ്. ജോഗിയെ പോലുള്ള ആദിവാസി സഹോദരന് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിട്ടും ഇന്നും നീതി നിഷേധിക്കപ്പെടുന്നതിൽ ഒരു മാറ്റവുമില്ല. കേരള സർക്കാരുകൾ മുത്തങ്ങയുടെ പേരിൽ പല വാഗ്ദാനങ്ങളും പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അതിലധികവും വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. ഏതാനും വികസന പദ്ധതികൾ ഒഴികെ യഥാർത്ഥ നേട്ടമോ പ്രവർത്തന ഫലമോ ആദിവാസി ജനതയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് അന്തിമമായിട്ടുള്ള സത്യം. മുത്തങ്ങ സമരത്തിന് ശേഷം കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ സമാനമായിട്ടുള്ള ഭൂസമരങ്ങൾ നടക്കുകയാണ്. അരിപ്പ, ചെങ്ങര പോലുള്ള പേരുകളിൽ അതിൻ്റെ തുടർച്ച നമുക്ക് കാണാൻ കഴിയും. ഭൂമിക്ക് വേണ്ടി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടങ്ങൾ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ഭൂമി തന്നെയാണ് ആദിവാസികളുടെ ജീവൻ. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം. വയനാട്ടിലെ വിവിധ ആദിവാസി കോളനികളിൽ ആരോഗ്യവും സമാധാനവും ഇല്ലാതാക്കുന്ന പ്രശ്നങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും കാരണം ഭൂമി ഇല്ലായ്മയാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കുടുംബത്തിൻ്റെയും അന്തസ്സും ആത്മവിശ്വാസവും നിലനിൽക്കാനായിട്ട് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി വേണം. അധികാരികൾ എത്ര ദൂരം നീണ്ടാലും ആത്മവിശ്വാസം കൈവിടാതെ ആഹ്വാനം ചെയ്യുന്നു. മണ്ണിനും മനുഷ്യർക്കും തമ്മിലുള്ള ഈ അനാദിബന്ധം സംരക്ഷിക്കപ്പെടണമെന്ന്. 2003 മുത്തങ്ങയിൽ നടന്ന ഈ സംഭവം കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. ആദിവാസി ഭൂസമര ചരിത്രത്തിൽ അതിൻ്റെ പ്രതിധ്വനികൾ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സമരം നമ്മളെ ധീരതയെക്കുറിച്ചും ദുർബലതയെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും എല്ലാം പഠിപ്പിക്കുന്നു. ഇത് ആദിവാസി സമൂഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള ഭൂമിയോടുള്ള ആവശ്യമാണ് അടയാളപ്പെടുത്തുന്നത്. ഭൂമി എന്നത് വെറും സ്വത്തല്ല, ഒരു ജനതയുടെ ജീവൻ, അവരുടെ അതിജീവനത്തിനുള്ള മാർഗം, ഉറപ്പും അഭിമാനവും കൂടിയാണെന്ന്. മുത്തങ്ങയിലെ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ പ്രകാശത്തിൽ ഇടം ലഭിക്കാതെ പോകുന്ന ഒരു വിഭാഗത്തിൻ്റെ വേദനയും പോരാട്ടവുമാണ്. ഓരോ ഭരണഘടനാ സ്ഥാപനത്തിനും ഒരു ഉത്തരവാദിത്തമുണ്ട്. മുത്തങ്ങ സമരം ഒരിക്കൽ കൂടി നമ്മളുടെ ഭരണഘടനാ സംവിധാനത്തോട് ചോദിച്ചു, ഭരണഘടന നൽകുന്ന സംരക്ഷണവും സുരക്ഷയും ആദിവാസികൾക്ക് എപ്പോൾ ലഭിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനം, മൗലികാവകാശത്തിൻ്റെ ഏറ്റവും വലിയ ലംഘനമായിരുന്നു മുത്തങ്ങയിൽ നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ആദിവാസികൾക്ക് ഭരണഘടനയിലെ 5ാം ഷെഡ്യൂളിലെ അനുച്ഛേദം 244 പ്രകാരം പ്രത്യേക സംരക്ഷണവും ഒക്കെ ഉള്ളതാണ്. അതൊന്നും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. അതുവഴി സ്വയം ഭരണവും ഗ്രാമസഭാ ഭരണവും ഉൾപ്പെടുത്തിയിട്ടുള്ള PESA നിയമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം എന്ന മോഹം ഇപ്പോഴും വിദൂരമായി തുടരുക തന്നെയാണ്. ഏകദേശം 1% മാത്രം ജനസംഖ്യയുള്ള ഈ സമൂഹത്തെ അവരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള അവകാശത്തിൽ നിന്ന് അകറ്റി നിർത്തി വികസനം, പരിസ്ഥിതി, നിയമം എല്ലാം അവരുടെ മേല് ഒരുപാട് പരീക്ഷണം നടത്തുകയാണ്. പക്ഷേ ഇതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. ഭരണകൂടം ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകണം. മുത്തങ്ങയിലെ രേഖകളിലുള്ള ഭൂമികൾ ആദിവാസികൾക്ക് കൈമാറുക. എല്ലാ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾക്കും ഭൂമി നൽകുക. കേരളത്തിലെ ആദിവാസി പ്രദേശങ്ങളെ 5ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തുക. അതുവഴി ഗ്രാമസഭകൾ വഴിയുള്ള സ്വയം ശാക്തീകരണം ഉറപ്പാക്കുക. ഇവയെല്ലാം ചെയ്താൽ കേരളത്തിലെ ആദിവാസി ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങുമെന്ന് മുൻനിര ഗവേഷകർ പോലും നിരീക്ഷിക്കുന്നു. ഭൂമിയുടെയും ഭരണാവകാശത്തിൻ്റെയും ഈ അടിയന്തരമായ മനുഷ്യാവകാശം യഥാർത്ഥത്തിൽ നടപ്പിലായാലും മണ്ണിനോടുള്ള ആദിവാസികളുടെ ആഴത്തിലുള്ള ബന്ധവും അവരുടെ സ്വപ്നങ്ങളും ഒടുവിൽ സഫലമാകാൻ സാധ്യതയുണ്ട്. മുത്തങ്ങയിലെ വെടിവെപ്പിൽ വീണുപോയ ആ ദുർദിനത്തിൽ ജോഗിയുടെ വീരമൃത്യുവിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കുമെല്ലാം വേണ്ടി ഇപ്പോഴും നീതി കാത്തിരിപ്പാണ്. നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന വേദാനുഭവം ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിലും ആ സത്യത്തിനെതിരെ സമൂഹം കണ്ണു തുറക്കുന്നു എന്നതും സത്യമാണല്ലോ. മുത്തങ്ങ സമരത്തിന്റെ കഥ നമ്മെ ചലിപ്പിക്കുകയാണ്. അതിന്റെ പാഠം ബോധിപ്പിക്കുന്നത് ഭൂമി എന്നത് വെറും ഒരു വസ്തുവല്ല, ഒരു നിലമല്ല, ഒരു ജനതയുടെ ജീവൻ തന്നെയാണ് എന്നുള്ളതാണ്. ഈ സമരഗാഥ ആദിവാസി സമൂഹത്തോടുള്ള നമ്മളുടെ ബാധ്യതയാണ് ഓർമ്മിപ്പിക്കുന്നത്. സാമൂഹ്യ നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും വെളിച്ചത്തിൽ ഇത് ഇനിയും വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. അവർക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാറ്റങ്ങൾ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നല്ലൊരു നട്ടലുള്ള സർക്കാർ വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ആദിവാസി സഹോദരങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ. എന്തായാലും നമ്മുടെ ഇപ്പോൾ റിലീസാകുന്ന ടോവിനോ തോമസ് ചിത്രം നരിവേട്ട ഈ ഒരു കഥയാണ് പറയുന്നത്. എന്തായാലും ആ ചിത്രം തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും കാണാൻ ശ്രമിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.